വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ കൃത്യം നടത്തിയ സമയത്ത് ഉപയോഗിച്ചത് മദ്യം മാത്രമാണെന്ന് കണ്ടെത്തൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രക്തപരിശോധനയിലാണ് മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. മറ്റ് ലഹരിയുടെ സാന്നിധ്യം രക്തസാമ്പിളിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല. കൃത്യം നടത്തിയതിനു ശേഷം അഫാൻ സ്റ്റേഷനിലെത്തുമ്പോൾ മദ്യപിച്ചിരുന്നതായി പോലീസും വ്യക്തമാക്കുന്നുണ്ട്. 2 കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അഫാൻ ബാറിലെത്തി മദ്യം വാങ്ങിയിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേസിൽ അഫാന്റെ പിതൃമാതാവ് സൽമാ ബീവിയെ കൊന്ന കേസിലാണ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കേസിൽ പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂട്ടക്കൊലയിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ മെഡിക്കൽ ബോർഡ് ചേർന്ന് അഫാന്റെ ഡിസ്ചാർജ് തീരുമാനിക്കും. തുടർന്ന് പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുടുംബമൊന്നാകെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവനൊടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി. ഇതോടെയാണ് എല്ലാവരെയും കൊല്ലാമെന്ന തീരുമാനത്തിലെത്തിയതെന്നും അഫാൻ വ്യക്തമാക്കി. ഉമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്താനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതി അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമി തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് മൊഴിയെടുക്കാൻ ഡോക്ടർമാർ പോലീസിന് അനുമതി നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നത്. 23-കാരനായ അഫാൻ എന്ന ചെറുപ്പക്കാരനാണ് സഹോദരൻ, പെൺസുഹൃത്ത്, പിതൃമാതാവ്, പിതാവിന്റെ സഹോദരൻ, സഹോദര ഭാര്യ എന്നിവരെ കൊലപ്പെടുത്തിയത്. അഫാന്റെ ആക്രമണത്തിൽ മാതാവ് ഷെമിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.